ഹായ് ഫ്രണ്ട്സ്, ട്രാൻസ്കാർഡ് എന്ന കമ്പനിയിലേക്ക് ജോലി നോക്കുന്നവർക്കായിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. പിന്നെ നമുക്ക് ഗൂഗിൾ എടുത്തിട്ട് ട്രാൻസ്കാർഡ് കരിയേഴ്സ് എന്ന് സെർച്ച് ചെയ്യാം. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരുന്നത്. ട്രാൻസ്കാർഡ് കരിയേഴ്സിൻ്റെ ഒരു പേജാണ്. ആ പേജിൽ അപ്ലൈ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ട്രാൻസ്കാർഡിലേക്ക് നമ്മൾ കറൻലി ട്രാൻസ്കാർഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൽ ക്ലിക്ക് ഹിയർ കൊടുക്കുക. ക്ലിക്ക് ഹിയർ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ പോകും. അതിൽ നമ്മുടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഡീറ്റെയിൽസും അവിടെ ട്രാൻസ്കാർഡ് ഐ ഡി നമ്പർ ഉണ്ട്. ആ ഐ ഡി നമ്പർ TGID നമ്പർ എന്ന് പറയാം. ആ നമ്പർ അടിച്ചു കൊടുത്ത് മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം സേവ് സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിലവിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൽ ജോബ് ലഭിക്കുന്നതായിരിക്കും. അവർക്ക് അവരുടെ നിലവിലത്തെ ജോബ് അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അതല്ല, ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് വിസിറ്റിംഗ് വിസയിൽ നിന്നുകൊണ്ട് അപ്ലൈ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ജോബ് ഫാമിലി വിസ അങ്ങനെ ഏതെങ്കിലും ഒരു വിസയിൽ നിന്നുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു നെയിം കൊടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നെയിം കൊടുത്തതിന് ശേഷം ഒരു വാലിഡ് ആയിട്ടുള്ള മെയിൽ ഐ ഡി കൊടുക്കുക. ഒരു മെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം ജെൻഡർ കൊടുക്കുക, ഏജ് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ കൊടുക്കുക. കാര്യം ഇത് അവർ നമ്മുടെ CV അങ്ങനെയാണോ കൊടുക്കുക, നമ്മുടെ തന്നെ ഒറിജിനലായിട്ടുള്ള വിവരങ്ങളാണ് കൊടുക്കുന്നത്. നമ്മൾ കറൻലി UAE ആണെങ്കിൽ എസ് എന്ന് കൊടുക്കുക, അതല്ല UAE അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. കറൻലി വിസിറ്റ് വിസയിലേക്കാണെങ്കിൽ എസ് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വിസിറ്റ് വിസ ഏതാണെന്നുള്ള ഓപ്ഷൻ അതിൽ നമ്മൾ വിസിറ്റ് വിസ കൊടുക്കുക. വിസ ക്യാൻസൽ ആണെങ്കിൽ അത് കൊടുക്കുക, എംപ്ലോയ്മെൻറ്റ് വിസ ആണെങ്കിൽ അത് കൊടുക്കുക. അല്ലെങ്കിൽ UAE സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാനുള്ള ഇതിലേക്കാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ വിസിറ്റ് വിസയാണ് മോസ്റ്റ്ലി നമ്മൾ എല്ലാവരും ചെയ്യുന്നത്. നാഷണാലിറ്റി കൊടുക്കുക. നാഷണാലിറ്റി ഏതാണെന്ന് വെച്ചാൽ അത് നമ്മുടെ നാഷണാലിറ്റി ഇന്ത്യയാണ്. അപ്പോൾ ആ നാഷണാലിറ്റി കൂടെ ഉണ്ടാവും. അത് അപ്ലൈ ചെയ്യുക. നമ്മൾ വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക. ആ മൊബൈൽ നമ്പർ കൊടുത്ത് പാസ്പോർട്ട് നമ്പറും കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേക്കൻസി വരുന്നതായിരിക്കും. ഇതിലിപ്പോൾ നിലവിലത്തെ വേക്കൻസി ബൈക്ക് കുറേ വേക്കൻസി പറ്റുന്ന വേക്കൻസികൾ ഏതാണെന്ന് വെച്ചാൽ നോക്കുക. പാക്കിംഗ് മെഷീൻ ഓപ്പറേറ്റർ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, ഡ്രൈവർ ആണെങ്കിൽ അത് കൊടുക്കുക. ഹൗസ് കീപ്പർ കൊടുക്കുക. അല്ലെങ്കിൽ ഏത് വേക്കൻസിയാണോ നമുക്ക് വേണ്ടത് അതിനകത്ത് കൊടുക്കുക. അത് പലവട്ടമായിട്ട് ഓരോ വേക്കൻസി വെൽഡറിൻ്റെ വേക്കൻസി വരെ ഇപ്പോൾ അവൈലബിൾ ആണ് നിലവിൽ. അപ്പോൾ ഇത് ഓരോ അപ്ഡേറ്റ് ചെയ്യുക, സെർച്ച് ചെയ്യുക. വിസിറ്റ് വിസയിലുള്ളവർ ഇത് എപ്പോഴും നോക്കുക. അപ്പോൾ നമുക്ക് പറ്റുന്ന ജോബ് വേക്കൻസികൾ ഇതിനകത്തുണ്ട്. അതല്ല നിങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ ഈ രീതിയിൽ ഇപ്പോൾ ഒരു ഫോർക്ലിഫ്റ്റ് ഓപ്പറേറ്റർ ആണെങ്കിൽ അത് ഡയറക്റ്റ് ചെയ്യുക. ഇവിടെ അപ്ലോഡ് CV എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ മീഡിയയിലേക്ക് പോകും. നമുക്ക് നമ്മുടെ CV അപ്ഡേറ്റ് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 2 വീക്സ് അവർ നമ്മൾ റിട്ടേൺ കോൾ വരുന്നതായിരിക്കും. അവർ വിളിച്ചതിന് ശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പേര്, ആൾ ഇവിടെ UAE ഉണ്ടോ, ആ മൊബൈൽ നമ്പറിൽ മെയിൽ ID യിലോട്ട് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടുന്നതായിരിക്കും. ആ ഇൻവിറ്റേഷൻ ലെറ്റർ കൊണ്ടാണ് നമ്മൾ ട്രാൻസ്കാർഡിൽ ഇൻ്റർവ്യൂവിനായിട്ട് പോകേണ്ടത്. ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞ് ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ അവിടെ ഒരു ഓഫർ ലെറ്റർ ഉണ്ടാവും. അത് സൈൻ ചെയ്യുക. പിന്നീട് തിരിച്ച് റൂമിൽ വന്ന് 2 ദിവസത്തിനുള്ളിൽ അടുത്ത ഓഫർ ലെറ്റർ മെയിൽ വഴി വരുന്നതായിരിക്കും. അത് നമ്മൾ സൈൻ ചെയ്തതിന് ശേഷം തിരിച്ചയച്ചു കൊടുക്കണം. പിന്നീട് വിസ പ്രോസസ്സിങ്ങും മറ്റു കാര്യങ്ങളും സ്റ്റാറ്റസ് ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 1 മന്ത് സമയം വേണം. അതിനുള്ളിൽ നമ്മുടെ വിസ ആയതിനു ശേഷം അവർ തന്നെ നമ്മളെ ഡയറക്റ്റ് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ച് ജോയിൻ ചെയ്യാനുള്ള ലൊക്കേഷൻ, ക്യാമ്പ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് തരുന്നതായിരിക്കും. ഇങ്ങനെയാണ് ട്രാൻസ്കാർഡിലേക്ക് ജോബ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി വിസിറ്റ് വിസയിൽ മറ്റ് ജോബ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, താല്പര്യമുള്ളവരെല്ലാം. അപ്പോൾ ഇനി അടുത്ത ജോബ് വേക്കൻസികൾ വരുന്നത് ഞാനത് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.